ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ? ഇന്ന് സൺഡേ ആണ് കേട്ടോ. രാവിലെ തന്നെ 6:30 ആകുമ്പോൾ പള്ളിയിൽ പോകും. എല്ലാ സൺഡേ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ മിക്ക സൺഡേകളിലും പോകാറുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങൾ പോകുന്ന പള്ളി. ഇത് ലാറ്റിൻ പള്ളിയാണ്. ഞാൻ RC ആണ്. പക്ഷേ ഇവിടെ അടുത്ത് ലാറ്റിൻ പള്ളി ആയതുകൊണ്ട് അവിടെയാണ് കേട്ടോ പോകല്. എല്ലാ ദിവസവും എക്സാം സമയത്ത് വരുമായിരുന്നു. പൊതുവെ ക്രിസ്ത്യാനികൾ അങ്ങനെയാണല്ലോ. എക്സാം സമയത്ത് എന്നും പള്ളിയിൽ പോകും. നമുക്ക് ദൈവം പാതി നാം പാതി എന്നാണല്ലോ. അങ്ങനെ പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞു ഇറങ്ങി. ഒട്ടും വയ്യാത്ത ദിവസങ്ങളിൽ മാത്രമേ കേട്ടോ രാവിലെ പള്ളിയിൽ പോകില്ലാത്തുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പോവും. അങ്ങനെ ഒറ്റയ്ക്ക് ഒരാളായിട്ട് പള്ളിയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര മുഷിപ്പാട്ടോ. ഭയങ്കര നമുക്ക് ബോറടിക്കും. അല്ലാതെ പോകുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ ഒരു കുറുക്ക് വഴി ചാടിയിട്ടാണ് പോകുന്നത്. നല്ല രസമില്ലേ കാണാൻ ഇവിടെയൊക്കെ? ഞങ്ങൾക്ക് എന്താ ഭയങ്കര ഇഷ്ടം. ഇത് ഞങ്ങളുടെ ഫസ്റ്റത്തെ ഹോസ്റ്റലാട്ടോ. LH1 ഒന്നര വർഷം അവിടെ തന്നെ നിന്നിട്ടുണ്ട് കേട്ടോ. എനിക്കറിയാവുന്ന അവിടെ ആ സൈഡിൽ കോവയ്ക്ക ഉണ്ടെന്ന്. അപ്പോൾ ഈ കോവയ്ക്ക ലക്ഷ്യമിട്ടാണ് ഞങ്ങൾ ആ വഴി ഇറങ്ങിയത്. ആ പറിക്കുന്ന കോവയ്ക്കാണ് ഗൈസ്. ഒരു കറിക്കുള്ള കോവയ്ക്ക അതിനകത്ത് ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. ഞങ്ങളുടെ കോളേജിൻ്റെ പുറകെ വശത്തെ കൂടെ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ മറ്റേ ലൂസിഫറിൽ പറയുന്ന പോലെ കർഷകനല്ലേ സാർ വിളവെടുക്ക ഇറങ്ങിയത് അതുപോലെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതൊക്കെ പറിച്ച് പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് അവിടെ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു സോയയും അതുപോലെ തന്നെ ചോറും വെക്കാം, ഒരു സോയ എന്തെങ്കിലും കറി പോലെ ആക്കാം, പിന്നെ കോവയ്ക്ക തോരനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കഴുകിയെടുക്കട്ടെ. ഇത് മെസ് ഹാളിൽ പോയിട്ടാണ് കഴുകണത്. റൂമിലിരുന്നതും കഴുകുന്നതൊന്നും നടക്കില്ല. അതുകൊണ്ട് മെസ്സിൽ പോയിട്ടാണ് കഴുകുന്നതൊക്കെ. അങ്ങനെ കോവയ്ക്കൊക്കെ കഴുകി. അതുപോലെ തന്നെ അരി ഇതുപോലെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ചോറിനുള്ളത്. അങ്ങനെ എല്ലാം എടുത്ത് റൂമിലേക്ക് പോകാൻ കേട്ടോ. ഇൻഡക്ഷനൊക്കെ മേടിച്ചത് അവിടുത്തെ ഹോസ്റ്റലിലെ ഫുഡ് എപ്പോഴും കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ ഇൻഡക്ഷനൊക്കെ മേടിച്ചത്. ഇൻഡക്ഷൻ ഉള്ളതുകൊണ്ട് ഒട്ടുമിക്ക കാര്യങ്ങളും നന്നായിട്ട് തന്നെ പോകുന്നു എന്ന് പറയാം. ശരിക്കും ഒരു ഹോസ്റ്റലേഴ്സിൻ്റെ കയ്യിൽ കെറ്റിലോ ഇൻഡക്ഷനോ എന്തെങ്കിലും വേണം കേട്ടോ. ഒന്ന് സർവൈവ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ വേണം ഗൈസ്. അങ്ങനെ കോവയ്ക്ക അരിഞ്ഞ് കോവയ്ക്ക തോരനൊക്കെ ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കോവയ്ക്കത്തോരൻ. അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, തേങ്ങയൊന്നുമില്ല. പക്ഷെ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേർക്കും കൂടി ഉണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ മറ്റേ സോയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇടാട്ടോ. അങ്ങനെ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന പോലൊക്കെ തന്നെയാണ്. പിന്നെ എന്നാലും നമ്മൾ ഹോസ്റ്റലിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. കണ്ടോ, ചോറ് മാത്രം 4 കറികളാണ്. പപ്പടം, ചോറ്, സോയ, തോരൻ. അങ്ങനെ ഉച്ചയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കഴിക്കണം കേട്ടോ. അപ്പം തന്നെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിടയ്ക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയുന്നതിലൊരു അർത്ഥമില്ല, എന്നാലും ഞാൻ പറയുകയാണ്. പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നുള്ള വൈറ്റ് കോട്ട അലക്കണമായിരുന്നു. അപ്പം അതിനെ ഞാനിങ്ങനെ വെള്ളത്തിലൊക്കെ ഇടുമായിരുന്നു. സോപ്പ് പൊടിയിലിട്ട് കുറച്ച് നേരം വെക്കണേ. വൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ വെച്ചില്ലെങ്കിൽ അതിൻ്റെ ചെളിയൊന്നും പോകത്തില്ല. പിന്നെ കുളിക്കാനുള്ള പരിപാടിയൊക്കെയാണ്. സൺഡേ എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് ഈ സെൽഫ് കെയർ ഡേ എന്നൊക്കെ പറയത്തില്ല, അതുപോലത്തെ ഒരു ദിവസമാണ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ അന്ന് ചെയ്യുക. അതിനകത്ത് എൻ്റെ കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ തലയിൽ എണ്ണ വയ്ക്കും, മുഖത്ത് എന്തെങ്കിലും പാക്ക് ഇടാൻ നോക്കും. അങ്ങനത്തെ ദിവസമാണ് ശരിക്കും എനിക്ക് സൺഡേ എന്ന് പറയുന്നത്. സൺഡേ ഈസ് എ ഹോളിഡേ. അതാണ് ശരിക്കും. പിന്നെ ചായയൊക്കെ ഉണ്ടാക്കും. അങ്ങനെ പിന്നെ ഇത് സീനമ്മ കൊണ്ടുവന്ന ചോക്ലേറ്റ് ലോലിപോപ്പ് കേക്ക് അങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊതുവേ എനിക്കങ്ങനെ ഒരുപാട് മധുരം ഇഷ്ടമല്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ചു. ഈ സ്പെഷ്യൽ ചായപ്പൊടി ആയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ചായപ്പൊടിയല്ല, ചായപ്പൊടിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ആ ചായ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ വെറുതെ വിചാരിച്ച് നമുക്ക് രാത്രി വെറുതെ പോയി ഒരു ഷേക്ക് കുടിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ച്. കുറേ ആയില്ലേ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര മടുപ്പാണ്. രാവിലെ പോയി വൈകിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളങ്ങ് ക്ഷീണിക്കും. പിന്നെ എവിടെയും പോകാൻ ചിലപ്പോൾ പറ്റാറില്ല. അപ്പം നമ്മൾ ഷേക്ക് കുടിക്കാനൊക്കെ പോയി. അങ്ങനെ ശരിക്കും ഇന്നത്തെ ദിവസം